ജീവപരുദീസിലാനന്ദ കുയിലേ ജീവവസന്ത ഋതു ആരംഭിച്ചില്ലേ ജീവപരുദീസിലാനന്ദ കുയിലേ ജീവവസന്ത ഋതു ആരംഭിച്ചില്ലേ ജീവവൃക്ഷക്കൊമ്പിൻ മീതിലിരുന്ന് ജീവമൊഴി മധുരമായി പാടുക ജീവവൃക്ഷക്കൊമ്പിൻ മീതിലിരുന്ന് ജീവമൊഴി മധുരമായി പാടുക ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിനെ കുറിച്ച് തിരുവെഴുത്ത് പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, താൻ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. തൻ്റെ മശീഹാത്വത്തിൻ്റെ തെളിവുകളും കൂടെയായിരുന്നു അവ. എന്നാൽ ഓരോ അത്ഭുതമോ അടയാളമോ താൻ ചെയ്തപ്പോൾ ആ അത്ഭുതത്താൽ ആർക്കെങ്കിലും, ഒരാൾക്കോ കുറേ പേർക്കോ വലിയ നന്മയും അനുഗ്രഹവും സന്തോഷവും കൈവന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം യേശു ചെയ്ത അത്ഭുതങ്ങളിൽ കൂടെ ഒക്കെയും യേശുവിൻ്റെ സുവിശേഷം താൻ മുന്നോട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് വളരെ മനോഹരവും ആശ്ചര്യകരവുമായ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെയ്ത അത്ഭുതങ്ങളിൽ ഒരെണ്ണം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് നാം വായിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിലാണ്. ഞാൻ ആ വാക്യങ്ങൾ അങ്ങ് വായിക്കാം. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്നവൻ ചോദിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ദൈവത്തിന് മഹത്വം. ഇവിടെ ഇതാ കുരുടനായ ഒരു മനുഷ്യൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഈ കാലം അത്രയും അവൻ ദുഃഖത്തോടെ നിരാശയോടെ കഴിയുകയായിരുന്നു. കണ്ണ് കാണാൻ വയ്യ. മറ്റുള്ളവരൊക്കെ, ഹായ്, ആ പൂവൊന്ന് നോക്കിക്കേ, ഹായ്, ആ പൂരമൊന്ന് നോക്കൂ, ഇങ്ങനെ പലതും കണ്ട് ആസ്വദിച്ച് പറയുമ്പോൾ അവൻ്റെ ഉള്ളം നൊന്തു പോകുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കുരുട്ടുകണ്ണു പോലെയുള്ളതായ പ്രശ്നങ്ങളൊന്നുമില്ലായിരിക്കാം. എങ്കിലും അതിനേക്കാൾ വലിയത് എന്ന് നിങ്ങൾക്ക് തോന്നത്തക്ക വിധമുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റി കാണാം. നിങ്ങൾ അനുദിനം ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ, മറ്റുള്ളവർക്കൊന്നും ഇത് കാണുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിയിരിക്കാം. നിരാശപ്പെടേണ്ട. യേശു കർത്താവ് ജീവിച്ചിരിക്കുന്നു. ഏത് പ്രശ്നത്തിനും അവൻ്റെ പക്കൽ പരിഹാരമുണ്ട്. അവനെ ആശ്രയിക്കുക, അവനെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടും അഭയയാചനകളോടും കൂടെ അവനെ അറിയിക്കുക. അവൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരും. ഇവിടെ ഞാൻ ഓർപ്പിച്ചല്ലോ, ഓരോ അത്ഭുതങ്ങളിൽ കൂടെയും സുവിശേഷ സന്ദേശവും കൂടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, മുൻപോട്ട് കൊണ്ടുവരപ്പെടുന്നുണ്ട്. ഇവിടെ അതെങ്ങനെയാ? ആകട്ടെ നോക്കാം. കുരുടനായ ഒരു മനുഷ്യന് സൗഖ്യം കൊടുത്ത കാര്യം. പക്ഷേ ഈ കുരുടനായ മനുഷ്യനെ പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ? 35-ാം വാക്യത്തിൽ കാണുന്ന 4 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്താ? ഒന്ന്, അവൻ യെരിഹോവിനടുത്തായിരുന്നിരുന്നത്. അതിനിപ്പോൾ എന്താ പ്രത്യേകത? അവൻ അവിടത്തുകാരനാ. അവന് തിരുവനന്തപുരത്തോ തൃശ്ശൂരോ വന്നിരിക്കാൻ സാധ്യമല്ലല്ലോ. അവൻ അവിടത്തുകാരനായതുകൊണ്ട് യെരിഹോവിനടുത്തിരുന്നു. അതെ, പക്ഷെ നാം ആത്മീകമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. യെരിഹോ ഒരു ശാപഗ്രസ്തമായ പട്ടണമായിരുന്നു.
പഴയ നിയമകാലത്ത് ആ യോശുവയുടെ നേതൃത്വത്തിൽ യെരിഹോ പട്ടണം പിടിച്ചടക്കാൻ പോകുമ്പോൾ ദൈവം കൽപ്പിച്ചിരിക്കുന്നു, അവിടെ നിന്ന് യാതൊന്നും നിങ്ങൾ എടുക്കരുത്, അത് മുഴുവനും ദൈവത്തിന് ശപഥാർപ്പിതമായിരിക്കും. ആ പട്ടണം തകർത്ത ശേഷം ആരെങ്കിലും അതിനെ വീണ്ടും പണിയാൻ തുടങ്ങിയാൽ അവൻ ശപിക്കപ്പെട്ടവനാകും. അങ്ങനെ ശാപം മുദ്ര കുത്തി വെച്ചിരിക്കുന്ന ഒരു പട്ടണമാണ് യെരിഹോ. ആത്മീകാർത്ഥത്തിൽ കേട്ടോ, ആത്മീകാർത്ഥത്തിൽ മാത്രം. ആകയാൽ ഈ കുരുടനായ മനുഷ്യൻ ഇരിക്കുന്നത് യെരിഹോവിനടുത്താണെന്നുള്ളത് അതിൻ്റെ ആത്മീയമായ അർത്ഥത്തിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടാൻ അവനായിരിക്കുകയാണ്. ഇന്ന് അവനവിടെ നിന്ന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിത്യന്യായവിധിയിൽ നിത്യശാപത്തിലേക്ക്, നിത്യശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടാവുന്ന സ്ഥിതിയിലാണ് മനുഷ്യൻ. ആ കുരുടനായ ആളെക്കുറിച്ച് മാത്രമല്ല, അവൻ പ്രതിനിധാനം ചെയ്യുന്ന ലോക മനുഷ്യൻ. രണ്ടാമത്തെ അവിടെയുള്ള പ്രത്യേകത, അവൻ കുരുടനായിരുന്നു, അവന് കാണാൻ കഴിയുന്നില്ല. അത് സങ്കടകരമായ കാര്യമാണ്. നമുക്ക് അവനോട് വളരെ സങ്കടമാണ് തോന്നേണ്ടത്. പക്ഷെ അത് ശരിയാണെങ്കിലും ആത്മീയമായ കുരുട്ട് എന്താണെന്നറിയാമോ? നാം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ശാരീരികമായ കുരുട്ട്, കണ്ണ് കാണാത്ത അവസ്ഥ, ആത്മീകമായ നിലയിൽ പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ, ദൈവവിഷയമായ കാര്യങ്ങളെ ഗ്രഹിക്കാതിരിപ്പാൻ, സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് കാണാതിരിപ്പാൻ മനസ്സിൻ്റെ കണ്ണ്, അകക്കണ്ണ് പിശാച് കുരുടാക്കിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത് ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ ഉദ്ദേശിച്ചല്ല. ഈ ലോകം ഇന്ന് പാപത്തിന് അധീനപ്പെട്ടു പോയിരിക്കയാൽ പിശാചിൻ്റെ ദുർഭരണത്തിന് കീഴിലാണ്. അവൻ്റെ നിയമങ്ങളാണ് ലോകം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആകയാൽ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ ദൈവാത്മാവ് അവതരിപ്പിക്കുന്നത് ശാപത്തിൻ്റെ വാതിൽക്കലാണ് അവൻ ഇരിക്കുന്നത്, നമ്പർ 1. നമ്പർ 2, സത്യത്തിൻ്റെ പാത, പ്രകാശത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാനോ കാണാനോ കഴിയാത്ത വിധം അവൻ്റെ ആത്മീക ദൃഷ്ടി പിശാച് കുരുടാക്കിയിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, അവൻ അവിടെ വഴിയിലായിരുന്നത്, വഴിയരികിൽ എന്നാണ് വായിക്കുന്നത്. അത് നന്നായി. വഴിയുടെ നടുവിലൊക്കെ ഇരുന്നാൽ ഓടുന്ന വാഹനം വന്ന് ഇടിച്ച് അവൻ ചതഞ്ഞു പോയേനെ. വഴി അരികിലിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം. എങ്കിലും അവിടെയുള്ള ആത്മീകാശയം എന്താ? അവൻ വഴിയിലാണ്. ഈസ് ഓൺ ദ റോഡ്. ഒരു നല്ല വീട്ടിലല്ല, ഒരു മേൽക്കൂരയ്ക്ക് കീഴിലല്ല, അവനൊരു വഴിയാധാരമായ അവസ്ഥയാണ്. അവൻ വഴിയിലാണ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞങ്ങൾ പിള്ളേർ, ചെറുപ്പക്കാർ തമാശ പറയുമ്പോൾ നല്ല വലുതായി വന്നിരുന്ന ഒരാൾ അവസാനം അധപ്പതിച്ചതായ കാര്യം പറയുമ്പോൾ, അവൻ്റെ സ്ഥിതി ഇപ്പോഴെങ്ങനെയാ? അവൻ്റെ അഡ്രസ്സ് ഇപ്പോൾ കെയർ ഓഫ് ഫുട്പാത്താണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ അഡ്രസ്സൊന്നുമില്ല. അവൻ്റെ അഡ്രസ്സ് എന്താ? റോഡ്, ഫുട്പാത്ത്, ഇതൊക്കെ അവൻ്റെ അഡ്രസ്സ്. ഇതുപോലെ ഈ മനുഷ്യൻ റോഡിലായിപ്പോയി, വഴിയാധാരമായിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചതാ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. ഏദൻ തോട്ടം എന്ന് പറയുന്നത് കേവലം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു തോട്ടം എന്ന അർത്ഥം മാത്രമല്ല. അതുകൊണ്ട് അതിനേക്കാൾ ഉപരിയായി ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ആദാം ദൈവവുമായിട്ട് കണ്ടുമുട്ടുന്നത്, ആദാമും ദൈവവുമായിട്ട് സല്ലാപിക്കുന്നത്, അവരുമായിട്ട് സ്നേഹ കൂട്ടായ്മ അനുഭവിക്കുന്നത്, മനുഷ്യനോടുകൂടെ ദൈവം നടക്കുന്നത്. അങ്ങനെയുള്ളൊരു പരദീസയായിരുന്നു ഏദൻ തോട്ടം. എന്നാൽ ആദാം പാപം ചെയ്തപ്പോൾ അവനെ പുറത്താക്കി കളഞ്ഞു. തിരിച്ചു വരാതിരിക്കുവാൻ തക്കവണ്ണം അഗ്നിജ്വാലകൾ ഏന്തിയുള്ള കെരൂബുകളെ അവിടെ നിർത്തി. ആദാം വഴിയാധാരമായിപ്പോയി. അന്നു മുതൽ ആത്മീയമായിട്ട്, ദൈവവിഷയമായിട്ട് മനുഷ്യൻ ഈസ് ഓൺ ദ റോഡ്. അവൻ വഴിയിലാണ്, വഴിയാധാരമായിപ്പോയി. ആ കാര്യമാണ് അവൻ വഴിയരികയിരുന്ന കാര്യം കാണിക്കുന്നത്. നാലാമത്തെ ഒരു പ്രത്യേകത, ഇരുന്നുകൊണ്ട് ഇരിക്കുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാക്കാതെ ആദ്യം വായിച്ചത് ഇരുന്നുകൊണ്ട് ഇരുന്നു. ഞാൻ കരുതി ഇതെന്തോ ഇരിപ്പാടായത്, ഇരുന്നുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് മുതിർന്നപ്പോഴാണ് ഇരുന്നുകൊണ്ട് ഇരിക്കുക എന്നല്ല, ഇരുന്നുകൊണ്ട് ഇരിക്കുക. അവനൊരു യാചകനായിരുന്നു, ഭിക്ഷാടനത്തിനിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കാൻ ഇറങ്ങുക?
യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വേറെ ഒരു വഴിയുമില്ലാതാകുമ്പോഴാണ്. നമ്മുടെ ഭാരതത്തിലെ കാര്യമൊക്കെ വ്യത്യാസമുണ്ട്. ഫിക്സഡ് ഡിപ്പോസിറ്റുള്ള ഭിക്ഷക്കാരുണ്ട് എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പത്രത്തിൽ. അതുപോകട്ടെ. എന്നാൽ അടിസ്ഥാനപരമായി നോക്കാൻ ആരുമില്ല, സംരക്ഷിക്കാൻ ആരുമില്ല, സഹായഹസ്തം നീട്ടാൻ ആരുമില്ല, പോറ്റിപ്പുലർത്താൻ ആരുമില്ല എന്ന നില വരുമ്പോഴാണ് മറ്റുള്ളവരുടെ മുൻപാകെ കൈ നീട്ടുന്നത്. ഇത് ആത്മീയമായി എന്തിനെ കാണിക്കുന്നു? മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തോട് ചോദിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോയി. അവനെ ദൈവം സൃഷ്ടിച്ച സമയത്ത് പാപത്തിൽ വീഴുന്നതിന് മുൻപ് ദൈവത്തോട് എന്തും ചോദിക്കാം. യാചിക്കലും ചോദിക്കലും വ്യത്യാസമുണ്ട്, അറിയാമല്ലോ. പകലന്ത്യാവുകയോളം പണിയെടുത്തൊരു മനുഷ്യൻ നമ്മുടെ വീട്ടുവാതിൽക്കൽ വന്ന് കൂലിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവനത് അവകാശപ്പെട്ടതാണ്. അവന് ചോദിക്കാം. നമുക്കറിയാം, അല്പം ഒന്ന് വൈകിയാൽ അവൻ അവിടെ നിൽക്കുന്ന കൊച്ചിനോടൊക്കെ ചിലപ്പോൾ ഡാഡിയോട് പറ എനിക്ക് പോകാറായി എന്ന് അവൻ അവകാശപ്പെട്ടതാണ്. എന്നാൽ യാചിക്കാൻ വരുന്ന ഒരു മനുഷ്യന് അവകാശമൊന്നുമില്ല. ഡാഡിയോട് പറ ഒരു 5 രൂപ വേഗം കൊണ്ടുവരാൻ, എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കത്തേ ഉള്ളൂ. കാരണം അവന് അവകാശമില്ല. ദൈവത്തോട് ചോദിക്കാനുള്ള അവകാശം മനുഷ്യൻ കളഞ്ഞു കുടിച്ചു. ഇപ്പൊ യാചിക്കാം, ദൈവം കൃപാലുവായതുകൊണ്ട് തരുന്നു, പക്ഷേ യാചന മാത്രം. ഇങ്ങനെ 4 നിലയിൽ ഏറ്റവും അരക്ഷിതമായ ഒരു മനുഷ്യനെ, ഒരു സാക്ഷാൽ പാപിയുടെ ചിത്രമാണ് ഇവിടെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവൻ്റെ അടുക്കലേക്ക് വന്നു. ആര് വന്നു? സ്രഷ്ടാവായ ദൈവം, മനുഷ്യനായി വന്ന യേശു, വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ്, തേജോമയനായ ക്രിസ്തു ഇവനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അവൻ്റെ അടുക്കിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ, നിങ്ങളുടെ ഭാരങ്ങളുടെ, നിങ്ങളുടെ നിരാശകളുടെ, നിങ്ങളുടെ കഷ്ടങ്ങളുടെ അവസ്ഥയിൽ കടന്നു വരുന്നവനാണ് ക്രിസ്തു. അത് കാണാനുള്ള കണ്ണ് നമുക്കുണ്ടായാൽ മതി. അവനവിടെ വന്ന് ഇവൻ്റെ ഈ നിലവിളി കേട്ടു. അവൻ ചോദിച്ചു, ഇത് എന്താ സംഭവിക്കുന്നത്? കണ്ണ് കണ്ടുകൂടെങ്കിലും ഒരുപാട് ആളുകൾ നടക്കുന്നതിൻ്റെ ശബ്ദ കോലാഹലങ്ങളൊക്കെ കേട്ട് ഇതാരാ? അപ്പോൾ പറഞ്ഞു, നസറേനായ യേശു കടന്നു പോകുന്നു. അയ്യോ, കടന്നു പോകുന്നു. ആഹാ, ഉടനെ അവൻ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചപേക്ഷു. യേശുവേ ദാവീദ് പുത്ര. യേശു ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ കേട്ടിരുന്നിരിക്കണം. അവൻ സൗഖ്യം തരാൻ കഴിവുള്ളവനാണെന്ന് അവൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വേറെ വിശദീകരണമൊന്നും ചോദിക്കാതെ നസറേനായ യേശു കടന്നു പോകുന്നെന്ന് കേട്ട ഉടനെ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. കുറേ പേര് വന്ന് അവനോടാ മിണ്ടാതിരിടാ, നിന്നെപ്പോലെ വഴിയോരത്ത് തെണ്ടാനിരിക്കുന്ന കുരുടന്മാർക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ കർത്താവ്. വല്ല കളക്ടറോ മജിസ്ട്രേറ്റോ മന്ത്രിയോ വിളിച്ചാൽ തിരക്കേടില്ല, നീയൊക്കെ മിണ്ടരുത്. അവരെക്കുറിച്ച് പറയുന്നത് മുൻ നടക്കുന്നവർ. അവർ ആരോടുകൂടെയാണ് നടക്കുന്നത്? അവരോട് ചോദിച്ചാൽ അവർ പറയും യേശുവിനോടുകൂടെ. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും അല്ലല്ലല്ല, അവർ യേശുവിന് മുൻപേ പോകുന്നവരാ, അവൻ്റെ പിൻപേ പോകുന്നവരല്ല, അവനെ അനുഗമിക്കുന്നവരല്ല. അവൻ്റെ ഹൃദയം അവർക്ക് അറിഞ്ഞുകൂടാ, അവൻ്റെ വാത്സല്യം അവർക്ക് അറിഞ്ഞുകൂടാ. നഷ്ടപ്പെട്ട ദൂരസ്ഥരായ നിസാരന്മാരായവരെ തേടി വന്നിരിക്കുന്നവനാണ് യേശുവെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവർ വലിയ മാന്യതയിൽ പ്രഭാവത്തിൽ മുൻപേ നടക്കുക. അതാരാ? നാമധേയ ക്രിസ്ത്യാനികൾ. ക്രിസ്തീയ പേരുണ്ട്, ആളുകൾ അറിയുന്ന അയാളെ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ്. പക്ഷേ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ പിൻപറ്റുന്നവരല്ല, നാമമാത്രമായി അവൻ്റെ മുൻപേ പോകുന്നവരാ. അവൻ്റെ പേരും പെരുമയ്ക്കും അവകാശമുള്ളവരെന്ന് കാണിച്ചുകൊണ്ട് പോകുന്നവരാണ്. അങ്ങനെയുള്ളവരാ പറഞ്ഞു മിണ്ടാതിരി, വായടച്ചിരിക്കും. ഇങ്ങനെയുള്ള ശാസനയിൽ ഒരുപാട് പേരങ്ങ് മിണ്ടാതിരുന്നു പോകും. നീ മിണ്ടിയാൽ നിന്നെ കുടുംബത്തിന് പുറത്താക്കും, നീ യേശുവിനെ കൈക്കൊണ്ടാൽ നിനക്ക് സ്വത്തിൻ്റെ പങ്ക് തരില്ല, നിന്നെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കും. ഇങ്ങനെ പല പല ഭീഷണികൾക്ക് വശംവതരായി പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവൻ വേറെ തരമായിരുന്നു. അവരങ്ങനെ പറഞ്ഞെങ്കിലും അവൻ കൂടുതൽ ശക്തിയോടെ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ നിലവിളിച്ചു. അവൻ വിചാരിച്ചു കാണും, ഈ മുൻ നടക്കുന്നവരെന്നെ ഉപദ്രവിച്ചേക്കും, സാരമില്ല. അവർ വിചാരിച്ചാൽ കാഴ്ചയൊന്നും തരാൻ സാധ്യമല്ല, കാഴ്ച തരാൻ സാധിക്കുന്നവനാണ് യേശു. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കും, ഇവരെന്തെങ്കിലും ചെയ്താലും സാരമില്ല. അവൻ അങ്ങനെ വിളിച്ചപ്പോൾ യേശു നിന്നു. എനിക്ക് ആദ്യം എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചപ്പോൾ യേശു നിന്നു എന്നുള്ളത് അത് അവാച്യമായ അവർണ്ണനീയമായ വാക്കുകളും അനുഭവമാണ്. സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രൻ ഈ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ വഴിയോരത്തിരുന്നു കൊണ്ട് തെണ്ടുന്നതായ ഒരു കുരുടനെ
അവൻ്റെ വിളി കേട്ട് അവൻ നിന്നു. ഒരു പക്ഷേ ഈ മുന്നടക്കുന്നവരോ തൻ്റെ ശിഷ്യന്മാർ പോലും ചിന്തിച്ചു കാണും, ഇവന് വേണ്ടിയൊക്കെ നിൽക്കുന്നത് ഇറ്റ്സ് ടു മച്ച്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കർത്താവിന് അതിനൊന്നും സമയം കാണാൻ പാടില്ലായിരുന്നു. എന്നാൽ യേശു നിന്നു. അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്നപ്പോൾ യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രാരംഭത്തിൽ നമുക്ക് തോന്നാം, ഇതെന്താ ചോദ്യമാ? കുരുടനായ മനുഷ്യന് കാഴ്ച കിട്ടണമെന്നുള്ളതല്ലേ അവൻ്റെ ആവശ്യം? അതിപ്പോൾ ഇത്ര ചോദിക്കേണ്ട കാര്യമുണ്ടോ? യേശു കർത്താവിന് അത് അറിഞ്ഞുകൂടായോ? യേശു കർത്താവിനെ അറിയാഞ്ഞിട്ടല്ല. ഒരിക്കലൊരു ബാലൻ സ്കൂൾ വിട്ടു വന്നപ്പോൾ അവൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി എൻ്റെ ടീച്ചർക്ക് കണക്ക് ഒട്ടും അറിയില്ല. ആഹാ, അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? രണ്ടും കൂട്ടിയാൽ എത്രയാന്ന് എന്നോടാ ചോദിക്കുന്നേ? എടാ മോനെ, അത് ടീച്ചർക്കറിയാഞ്ഞിട്ടല്ല, രണ്ടും കൂട്ടിയാൽ എത്രയാണെന്ന് നിനക്കറിയാമോ എന്നറിയാനാ. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാ നീ ആഗ്രഹിക്കുന്നെന്ന് ചോദിച്ചത് അവൻ്റെ ആവശ്യം യേശു അറിയാഞ്ഞിട്ടല്ല, അവനറിയാമോ എന്നറിയാനാ. അതെന്താ അവനറിയാതിരിക്കാൻ കാര്യം? അതായത് ഇന്ന് യേശുവിൻ്റെ, ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ, ഈശ്വരൻ്റെ അടുക്കലൊക്കെ വന്ന് പാപിയായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് പാപമോചനത്തിന് വേണ്ടിയല്ല പ്രധാനമായിട്ടും. പിന്നെയോ, എനിക്ക് നല്ല ഒരു പ്രൊമോഷൻ കിട്ടണം, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം, എനിക്കൊരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, എനിക്കൊരു നല്ല വീട് പണിയണം, ഈ വക ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല കേട്ടോ. അവയൊന്നും പാപമല്ല. നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ, തെറ്റൊന്നുമില്ല. എന്നാൽ നിന്റെ പാപത്തിന് പരിഹാരം വരാതിരിക്കെ പാപമോചനം തരുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയായി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നീ ആ കാര്യം പറയാതെ നിന്റെ മറ്റാവശ്യങ്ങൾ, വീട് വേണം, കാറ് വേണം, അതുപോലെ പ്രൊമോഷൻ വേണം, ജോലി വേണം, ഇതൊക്കെയാണ് പറയുന്നതെങ്കിൽ നീ എത്രയോ പരമവിഡ്ഢിയാണ്. പ്രിയമുള്ളവരെ, ആത്മീയ കുരുടരായ, പാപത്തിൽ അധപ്പതിച്ചു പോയ നമ്മുടെ ഒന്നാമത്തെ ആവശ്യം പാപമോചനമാണ്, ആത്മകണ്ണ് തുറക്കലാണ്. അത് തരാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. നമുക്ക് പണം തരാൻ, നമുക്ക് വീട് തരാൻ, നമുക്ക് കാർ തരാൻ, നമുക്കൊരു നല്ല കല്യാണം ആലോചിച്ച് തരാൻ, നമുക്കൊരു പ്രൊമോഷൻ കിട്ടാനൊക്കെ മാനുഷികമായ ശുപാർശകളും പ്രവർത്തനങ്ങളും സഹായകമാകും. പക്ഷേ പാപമോചനത്തിന് ആരുടെ ശുപാർശയും ആരുടെ ശുശ്രൂഷയും മതിയായതല്ല. നാം തന്നെ നമ്മുടെ ആവശ്യം മനസ്സിലാക്കി യേശു കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. യേശു കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ യേശുവിൽ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോഴാണ് പാപമോചനം. ഇത് ചോദിച്ച ഉടനെ ആ കുരുടൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഉടനെ യേശു പറഞ്ഞു, എന്താ? കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രവർത്തിക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കും, പറയും. ശ്രദ്ധിച്ചാൽ ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, യേശു പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ യേശുവിനെ വിളിച്ചതും യേശുവിൻ്റെ അടുക്കൽ വന്നതും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞതൊക്കെ വിശ്വാസത്താലായിരുന്നു. നീ വിശ്വസിക്കുന്നുവോ? യേശുവിനെ കർത്താവായി നീ വിശ്വസിക്കുന്നുവോ? യേശുവിനെ കർത്താവായി വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. ചെയ്തിട്ടുണ്ടോ? യേശുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. അവർ നിന്റെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെ സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവനെ ഹൃദയത്തിൽ വിശ്വസിച്ച് അംഗീകരിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ ദൈവ പൈതലായിത്തീരും. അത് ഉടനടി നടക്കുന്ന കാര്യമാണ്. ആയുസ് മുഴുവൻ നല്ലതായിട്ട് ജീവിച്ച് അവസാനം യോഗ്യനായിത്തീരുന്നതല്ല. സൽപ്രവൃത്തികളാൽ തികഞ്ഞവനായി രക്ഷയിലേക്ക് പ്രവേശിക്കുകയല്ല. നേരെ മറിച്ച് ദുർമാർഗിയായി, ദുഷ്ടനായി, പാപിയായി നാളുകൾ മുഴുവൻ കഴിച്ചവനാണെങ്കിലും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ആയാൽ പോലും ഈ കേൾക്കുന്ന സമയം യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നിന്റെ പാപം ഏറ്റുപറഞ്ഞ് നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ തൽക്ഷണം നിന്റെ ആത്മദൃഷ്ടി പ്രകാശിക്കും, നീ ദൈവവൈതലായി തീരും. അതിനായിട്ട് ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. കേൾക്കുവിൻ
കാഹളം മോചനം സ്വാതന്ത്ര്യം ദൈവത്തിൻ വിളംബരം മോചനം സ്വാതന്ത്ര്യം നാശമാകുമേവർക്കും ഭാഗ്യയോ വത്സരം ഘോഷിപ്പിൻ എല്ലായിടവും മോചനം സ്വാതന്ത്ര്യം. കാരാഗൃഹേ മോചനം സ്വാതന്ത്ര്യം കേൾക്കുവിൻ ബദ്ധരേ മോചനം സ്വാതന്ത്ര്യം ക്രൂശിന്മേലെ കാണുവിൻ നിത്യമാ ഉദ്ധാരണം യേശുവോടു വാങ്ങുവിൻ മോചനം സ്വാതന്ത്ര്യം ദുഷ്ടന്മാരെ രക്ഷിപ്പാൻ മോചനം സ്വാതന്ത്ര്യം ശിഷ്ടരാക്കി തീർക്കുവാൻ മോചനം സ്വാതന്ത്ര്യം ദൈവസ്നേഹം കാണുവിൻ വാഴ്ത്തുവിൻ തൻ കാരുണ്യം ജീവൻ ദാനം പ്രാപിപ്പാൻ മോചനം സ്വാതന്ത്ര്യം. മോചനം സ്വാതന്ത്ര്യം ആ സൗഭാഗ്യവാർത്തയെ എങ്ങനെ നിഷേധിക്കാം ഇത്ര വലിയ രക്ഷയെ